ഹലോ എവരിവൺ, നമ്മളിവിടെ പൈതൻ്റെ ഒരു പുതിയ സീരീസാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പൈതൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലോകത്തിലെ പോപ്പുലറും വേഴ്സറ്റൈലുമായിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റിനും ഓട്ടോമേഷനും ഡാറ്റ സയൻസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിലോ നിങ്ങളുടെ സ്കിൽസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളവരാണെങ്കിലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് കാണാം. അതിനേക്കായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിലേക്ക് പൈതനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിനേക്കായിട്ട് നമ്മുടെ വിൻഡോസ് സിസ്റ്റം ഓപ്പൺ ചെയ്യാം. നമുക്കൊരു ബ്രൗസർ എടുക്കാം. ഓക്കെ, നമുക്കൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ മോസില്ല ഫയർഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മോസില്ല ഫയർഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പൈതൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. python.org എന്നാണ് പൈതൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്ക് അവിടെ നിന്ന് തന്നെ പൈതൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ളത് എടുക്കാം. നമുക്ക് python.org എന്ന് കൊടുത്തില്ല, പൈതൺ എന്ന് കൊടുത്താലും ആദ്യം തന്നെ വരുന്നത് പൈതൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും. നമുക്ക് ആ വെൽക്കം ടു python.org python.org നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പൈതൻ്റെ ഹോം പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പൈതൺ 3.5 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തുള്ള ലേറ്റസ്റ്റ് വെർഷൻ ഇതാണ്. നമുക്ക് അത് തന്നെ ഡൗൺലോഡ് ചെയ്യാം. എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നിങ്ങൾ എപ്പോഴാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ സമയത്തുള്ള ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൗൺലോഡ് ഡയറക്ടറിയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമുക്ക് അത് റൺ ചെയ്യാനായിട്ട് കൊടുക്കാം. exe ഫയലാണ് വന്നിരിക്കുന്നത്. exe ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ സെറ്റപ്പ് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ഒരു പൈതൻ്റെ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആഡ് പൈതൺ ടു പൈതൺ exe2 പാത്ത് കൊടുക്കുക. യൂസ് അഡ്മിൻ പ്രിവിലേജ് വെൻ ഇൻസ്റ്റാളിങ് ദി py.exe അത് കൊടുത്ത ശേഷം മാത്രമേ ഇൻസ്റ്റാൾ നമുക്ക് ക്ലിക്ക് ചെയ്യാവൂ. കാരണം നമ്മുടെ പൈതൻ്റെ പാത്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്താലേ അത് എനേബിൾ ആവത്തുള്ളൂ. സോ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ല, ഉറപ്പായിട്ടും കൊടുക്കുക. അത് കൊടുത്ത ശേഷം മാത്രം ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഞാനിവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്. രണ്ടും കൊടുക്കാനായിട്ട് നോക്കുക. കൊടുത്ത ശേഷം ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. നമ്മുടെ സിസ്റ്റം ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതായിരിക്കും. അത് എസ് കൊടുക്കുക. അത് കൊടുത്ത ശേഷം പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ നോക്കുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. കാരണം ഇതിൽ കുറച്ച് സെറ്റപ്സ് ഉണ്ട്. ആ സെറ്റപ്സ് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈതൺ നിങ്ങളുടെ സിസ്റ്റത്തിൽ വർക്കാവത്തില്ല. സോ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഏകദേശം ഇൻസ്റ്റാളായി തീരാറായിട്ടുണ്ട്. നമ്മുടെ സെറ്റപ്പ് ഇൻസ്റ്റാളായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്ന വിൻഡോയിൽ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ മാത്രമല്ല താഴെ ഒരു കമാൻഡ് പറയുന്നുണ്ട്, ഡിസേബിൾ പാത്ത് ലെങ്ത് ലിമിറ്റ്. ഈ പാത്ത് ലെങ്ത് ലിമിറ്റ് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് പൈതൻ്റെ പാത്ത് ആഡ് ആവുകയുള്ളൂ. സോ അതിൽ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. സ്കിപ്പ് ചെയ്യരുത്. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ക്ലിക്ക് ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുക. സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നിട്ടുണ്ടോ എന്ന് കാണാനായിട്ട് നമുക്ക് VS കോഡ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. VS കോഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നമുക്കൊരു ഫസ്റ്റ് പൈതൺ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ സെറ്റപ്പ് കംപ്ലീറ്റഡ് ആണ്, സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റഡ് ആണ്. സോ നമുക്ക് ഒരു പ്രോഗ്രാം എഴുതി റൺ ചെയ്ത് നോക്കാം. അതിലേക്കായിട്ട് ഞാൻ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പൈതൺ എന്ന് പറഞ്ഞിട്ട്. ആ ഫോൾഡർ നമുക്ക് VS കോഡിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടാം. എന്നിട്ട് അവിടെയാണ് നമ്മൾ പൈതൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് ഞാൻ കഴിഞ്ഞ സിയുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. കണ്ടിട്ടില്ലാത്തവർക്ക് അത് കാണാം. VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ. VS കോഡാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു എഡിറ്റർ. ലൈറ്റ് വെയ്റ്റ് ആണ്, മാത്രമല്ല ഒരുപാട് എക്സ്റ്റൻഷനും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ഉപകാരപ്രദമാണ്. എല്ലാം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്ററാണ് VS കോഡ്. സോ എൻ്റെ അഭിപ്രായത്തിൽ VS കോഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഫോർ കോഡിങ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് പ്രോഗ്രാം .py എന്നാണ് നമ്മൾ പൈതൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. സോ നമ്മൾ ആ py എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പൈതൺ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ പോവുകയാണ്. അതിനകത്തൊരു കമാൻഡ് ഞാൻ എഴുതുന്നുണ്ട്, പ്രിൻറ്റ് ഹലോ എവരിവൺ. ഞാൻ വെറുതെ ഒരു ബ്ലാങ്ക് പേജിൽ പ്രിൻറ്റ് ഹലോ എവരിവൺ എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ സിൻടാക്സ്. നമ്മുടെ കോമൺ ലാംഗ്വേജ് പോലെ തന്നെയാണ് പൈതണും എഴുതുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളും കുറച്ച് കണ്ടീഷൻസും മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പൈതൺ എഴുതാൻ സാധിക്കും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. ഇത് റൺ ചെയ്യാൻ നോക്കുന്നു, റണ്ണ് കൊടുക്കുമ്പോൾ എന്താ വരുന്നതെന്ന് നോക്കാം. ഹലോ എവരിവൺ എന്ന് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഡ് വർക്കായി, നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.